we will discuss one remark. നമ്മൾ പറഞ്ഞ ഗ്രീൻസ് തിയറത്തിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിമാർക്കാണ്. സപ്പോസ് ദാറ്റ് C1 and C2 are two non-intersecting piecewise smooth simple closed paths that have same counterclockwise orientation. ഇതാണ് C1 C2 എന്ന് പറഞ്ഞ രണ്ട് കർവുകളുണ്ട്. അത് നോൺ ഇന്റർസെക്റ്റിംഗ് പീസ് വൈസ് സ്മൂത്ത് സിമ്പിൾ ക്ലോസ്ഡ് പാത്തുകളാണ്. രണ്ടിന്റെയും ഡയറക്ഷൻ എന്താണ്? സെയിം ആണ്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് C1ഉം C2ഉം മൂവ് ചെയ്യുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ 6 പോസിറ്റീവ്ലി ഓറിയന്റഡ് കർവ് ആണെന്ന് പറയുകയാണെങ്കിൽ 6 ബൗണ്ടഡ് ബൈ പോസിറ്റീവ്ലി ഓറിയന്റഡ് കർവ് എന്ന് പറയണമെങ്കിൽ നമ്മൾ ആ C എന്ന് പറഞ്ഞ കർവിനെ നമ്മൾ എങ്ങനെ എഴുതണം? C1 യൂണിയൻ, ഇവിടെ C2 എന്ന് പറയുന്നത് ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ആണ്. നമ്മൾ സാധാ എടുക്കുന്നതിൽ എന്ത് വരും? ഒന്നിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണെങ്കിൽ അടുത്തതിന്റെ ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് വരണമായിരുന്നു. അപ്പൊ C1ന്റെ ഡയറക്ഷൻ പോസിറ്റീവ്, C1 ഇതിന്റെ ഡയറക്ഷൻ നോക്കിയാൽ നമുക്കറിയാം പോസിറ്റീവ്ലി ഓറിയന്റഡ് ആണ്, കാരണം ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ റീജിയൻ വരുന്നത്. പക്ഷെ C2 നോക്കി കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിലാണെങ്കിൽ മൂവ് ചെയ്യുന്നതെങ്കിൽ ഇത് പോസിറ്റീവ്ലി ഓറിയന്റഡ് ആവില്ല, കാരണം ലെഫ്റ്റ് സൈഡിൽ റീജിയൻ ഇല്ല, ഹോളാണ് വരുന്നത്. അപ്പൊ ഡയറക്ഷൻ എങ്ങോട്ട് വരണം? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് വരണം. അപ്പൊ ഈ C2നെ നമ്മൾ ക്ലോക്ക് വൈസ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? റിവേഴ്സ് ചെയ്താൽ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സൈൻ ഓപ്പോസിറ്റ് ആവുക, സൈൻ നെഗറ്റീവ് സൈൻ ആവുക. ഇപ്പൊ C2 എന്ന് പറയുന്നത് -C2 ആക്കുക. അപ്പൊ നമുക്ക് സീനെ എങ്ങനെ എഴുതാൻ പറ്റും? C = C1 യൂണിയൻ -C2 എന്ന് എഴുതാൻ പറ്റും. ഇപ്പൊ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇതിനെ ക്ലോക്ക് വൈസ് ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഹിയർ R is a region with a hole. അപ്പൊ ഇതാണ് നമ്മുടെ R ആയിട്ട് നമ്മൾ എടുക്കുന്നതെങ്കിൽ R ഒരു റീജിയൻ ആണ് വിത്ത് ഹോൾ. ഇത് ഹോൾ ആയിട്ടുള്ള ഒരു റീജിയൻ ആണെന്ന് പറയാൻ പറ്റും. ഇനിയാണ് നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുന്നത്. രണ്ടിനും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഇതെങ്ങനെ യൂസ് ചെയ്യും? സപ്പോസ് ദാറ്റ് P and Q have continuous partial derivatives such that dou P by dou Y equal to dou Q by dou X in the region R bounded between C1 and C2. Then by Green's theorem for regions with the holes, we get integral over C P dx plus Q dy equal to double integral over R dou Q by dou Y minus dou P by dou X dA, which is equal to double integral over R 0 dA, which is equal to 0. അപ്പോൾ നമ്മൾ Pയും Qയും കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉള്ള ഫങ്ഷൻസ് ആയിട്ട് എടുത്തു. അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ P ബൈ ഡോ വൈയും ഡോ Q ബൈ ഡോ എക്സും ഈക്വൽ ആണ് എന്നും കൂടി എടുത്തു. നമ്മുടെ തന്നിട്ടുള്ള റീജിയനിൽ കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗ്രീൻസ് തിയറം ഫോർ റീജിയൻസ് വിത്ത് ഹോൾസ് വെച്ചിട്ട് നമുക്ക് എന്താ അറിയാം? ഇന്റഗ്രൽ ഓവർ C P dx plus Q dy നെ ഇതിനോട് ഇക്വേറ്റ് ചെയ്യാം. ഡബിൾ ഇന്റഗ്രൽ ഓവർ R ഡോ Q ബൈ ഡോ Y മൈനസ് ഡോ P ബൈ ഡോ എക്സ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് വാല്യൂ എന്ത് വരും? ഇതിന്റെ വാല്യൂ എന്താ വരിക? ഇവിടെ വാല്യൂ ചെറിയ മാറ്റമുണ്ട്. ഡോ Q ബൈ ഡോ എക്സ് മൈനസ് ഡോ P ബൈ ഡോ വൈ ആണ്. അപ്പൊ ഈ രണ്ട് വാല്യൂ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്താ എഴുതാം? 0 കിട്ടും. അപ്പൊ ഇന്റഗ്രൽ ഓവർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 തന്നെയാണ്. അപ്പൊ ഈ ലൈൻ ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 കിട്ടും. അപ്പൊ ഇനി ഇതിൽ നിന്ന് ഒരു റിസൾട്ടും കൂടെ എഴുതാൻ പോവാണ്. അപ്പൊ ഇത് 0 കിട്ടിക്കഴിഞ്ഞാല് നമുക്കറിയാം ഇത് രണ്ട് റീജിയനിൽ ഉള്ള ഇന്റഗ്രൽസ് ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന റിസൾട്ട് നോക്കാം. അപ്പൊ നമുക്ക് പറയാം ഇന്റഗ്രൽ ഓവർ C P dx plus Q dy നെ നമുക്ക് ഇവിടെ രണ്ട് കർവുകളുടെ ജോയിന്റ് ആയതുകൊണ്ട് നമുക്ക് അതിനെ ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു അല്ലെ. C എന്ന് പറയുന്നത് C1 യൂണിയൻ -C2 ആണല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ ഇന്റഗ്രൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഈ ഇന്റഗ്രലിന് ഇവിടുത്തെ -C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഇന്റഗ്രൽ ലിമിറ്റ് നേരെ ഓപ്പോസിറ്റ് ആവുന്നുള്ളൂ. അതിനെ നമ്മൾ +C2 ആവാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി?
റിവേഴ്സ് ചെയ്തിട്ട് ഇവിടെ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്താൽ മതി അല്ലെ. ഇന്റഗ്രൽ ഓവർ C1 pdx പ്ലസ് qdy. ഇപ്പൊ ഇവിടെ -C2 മാറ്റിയിട്ട് ഇവിടെ മൈനസ് ഇട്ട് കൊടുത്തു. അപ്പൊ ഇന്റഗ്രൽ ഓവർ C2 ആയി ഇവിടെ pdx പ്ലസ് qdy. അപ്പൊ നമുക്ക് കിട്ടിയായിരുന്നു ഇന്റഗ്രൽ ഓവർ C pdx പ്ലസ് qdy എന്തായിരുന്നു? 0 നമുക്ക് കിട്ടിയായിരുന്നു അല്ലെ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇത് 0 എന്ന് കിട്ടും. ഇത് 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? therefore integral over C1 pdx plus qdy equal to integral over C2 pdx plus qdy എഴുതാം. ഇത് ഈക്വൽ ടു 0 ആണ്. അതാണല്ലോ നമുക്ക് നേരത്തെ കിട്ടിയത്. അപ്പോ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയാം. ഇതാണ് നമ്മുടെ റിമാർക്ക്. ഗ്രീൻസ് തിയറം ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് വരും. ഇന്റഗ്രൽ ഓവർ C pdx പ്ലസ് qdy ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ C2 pdx പ്ലസ് qdy. അപ്പൊ അതിന്റെ രണ്ടിന്റെയും C1ന്റെയും C2ന്റെയും ഡയറക്ഷൻ സെയിം ആണെങ്കിൽ ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നതും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ലെറ്റ് C be the square with vertices 2, -2, 2, 2, -2, 2, -2, -2 in the counter-clockwise direction. Evaluate the line integral over C minus y by x square plus y square dx plus x by x square plus y square dy. അപ്പൊ നമുക്കറിയാം നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്ക്വയർ തന്നെയാണ് ഇവിടെ തന്നേക്കുന്നത്. ബട്ട് ഇതിന്റെ ഡയറക്ഷൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടുള്ളൂ. C എന്ന് പറയുന്നത് സ്ക്വയർ വിത്ത് വെർട്ടിസസ് 2, -2. അപ്പം 4 വെർട്ടിസസ് തന്നിട്ടുണ്ട്. അതുപോലെ ഈ ക്വസ്റ്റ്യനില് ഒരു കർവും കൂടെ മിസ് ആയിട്ടുണ്ട് അല്ലെ. നമ്മൾ നേരത്തെ തന്ന അതേ പ്രോബ്ലം തന്നെയാണ്. സർക്കിളും ഉണ്ട്. ഇത് C1 ആണ്. C1 എന്ന് പറയുന്നതാണ് സ്ക്വയർ. C2 is the circle x square plus y square equal to 1. അതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കാം. C2 equal to x square plus y square equal to 1 in the counter clockwise direction തന്നെ. രണ്ടും സെയിം ഡയറക്ഷനിലാണ്. അപ്പൊ നേരത്തെ കണ്ടിരുന്നു ഈ ഫംഗ്ഷന്റെ ഡോ p ബൈ ഡോ വൈയും ഡോ q ബൈ ഡോ x ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ അതൊന്നും കൂടെ ഇവാലുവേറ്റ് ചെയ്യാം നമുക്ക്. അപ്പൊ ആദ്യം പിക്ചർ ഒന്ന് വരച്ചു നോക്കാം. അപ്പൊ നമ്മൾ പോയിന്റുകളെല്ലാം മാർക്ക് ചെയ്ത് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് 2, -2, 2, -2, 2, 2, -2. -2 എന്ന് പറയുന്നത് ഇവിടെ വരും. ഇത് -1, ഇത് -2, -2, 2 എന്ന് പറയുന്നത് ഇവിടെ വരും. പിന്നെ -2, -2. ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്താൽ നമുക്ക് ഒരു സ്ക്വയർ കിട്ടും. ഇതാണ് നമ്മുടെ സ്ക്വയർ. പിന്നെ x square plus y square equal to 1 എന്ന് പറഞ്ഞ സർക്കിൾ. അതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം. അത് ഇതിൽ വിട്ടുപോയതാണ്. ക്വസ്റ്റ്യനിൽ നമ്മുടെ ടെക്സ്റ്റിൽ ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്. അതുപോലെ C1 എന്ന് പറയുന്നത് സർക്കിൾ. ഇത് C2 ആയിട്ട്. രണ്ടിന്റെ ഡയറക്ഷൻ എന്താണ്? കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഇത് C1, ഇത് C2. ഡയറക്ഷൻ കൗണ്ടർ ക്ലോക്ക് വൈസ്. ഇത് x square plus y square equal to 1. അപ്പൊ ഇതാണ് നമ്മുടെ റീജിയൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. റീജിയൻ ആയിട്ട് എടുക്കണമെങ്കിൽ C1 യൂണിയൻ C2 എന്ന് പറഞ്ഞാൽ C എന്ന് പറഞ്ഞ കർവ് പോസിറ്റീവ്ലി ഓറിയന്റഡ് ആക്കണം. അതിനെന്ത് ചെയ്യുക? നമ്മളിപ്പോ
മുന്നേ ചെയ്ത റിമാർക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പൊ റിമാർക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഡോ പി ബൈ ഡോ വൈയും ഡോ ക്യൂ ബൈ ഡോ എക്സും ഈക്വൽ ആവണം അല്ലെ. അപ്പൊ അത് ഈക്വൽ ആണെന്ന് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകണം. അപ്പൊ ലെറ്റ് പി ഈക്വൽ ടു, ഇവിടെ ഏതാ പി? ലെറ്റ് പി ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ക്യൂ ഈക്വൽ ടു എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഡോ പി ബൈ ഡോ വൈ കാണാം എന്തുവരും? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ സ്ക്വയർ. അതുപോലെ ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്ന് പറയുന്നതും സെയിം തന്നെയാണ്, വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് കിട്ടി ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് ആണ് കിട്ടി. ഇനി ഇവിടെ പിയും ക്യൂവും അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒക്കെ കണ്ടിന്യൂസ് ആണ് അല്ലെ. സിൻസ് പി ക്യൂ ആൻഡ് ഇറ്റ്സ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ ഒറിജിനല് പക്ഷെ കണ്ടിന്യൂസ് അല്ല. അപ്പൊ ഇതിന്റെ നമ്മുടെ ക്വസ്റ്റ്യൻ എടുക്കുന്നെങ്കിലും ഒറിജിനല് കണ്ടിന്യൂസ് അല്ല. ഇപ്പൊ നമ്മൾ സ്ക്വയർ മാത്രം എടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കാം. നമ്മുടെ സി എന്ന് പറഞ്ഞ കേവ് ഇപ്പൊ ഇതിൽ തന്നിരിക്കുന്ന പോലെ തന്നെ നമുക്ക് എടുക്കാം. അപ്പൊ ഇതില് സ്ക്വയർ മാത്രമാണ് നമ്മുടെ റീജിയനിൽ തന്നിട്ടുള്ളത്. അതിനുള്ളിലുള്ള റീജിയനാണ് നമ്മൾ കാണേണ്ടതെന്ന് വിചാരിക്കും. അപ്പൊ ഇവിടെ നമ്മുടെ പി ക്യൂ എന്നൊക്കെ എടുത്തു കഴിഞ്ഞാല് പിയും ക്യൂവും എവിടെയാണ് ഇതിനുള്ളിലുള്ള ഇത് മൊത്തം റീജിയൻ ആയിട്ട് നമ്മൾ എടുക്കാം. അപ്പൊ ഇത് തന്നെയായിട്ട് എടുക്കുക നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യം എഴുതിയ അതേ ക്വസ്റ്റ്യൻ തന്നെയായിട്ട് എടുക്കുക. എന്നിട്ട് അപ്പൊ ആ സ്ക്വയറിന്റെ ഉള്ളിലുള്ള ഫുൾ പോർഷൻ ആണ് നമ്മുടെ റീജിയൻ. അപ്പൊ ഇവിടെ പിയും ക്യൂവും ഈ ഒറിജിനൽ കണ്ടിന്യൂസ് ആയിരിക്കുമോ? കാരണം ഡിനോമിനേറ്റർ 0 വരും. അപ്പോ പിയും ക്യൂവും ഒറിജിനൽ കണ്ടിന്യൂസ് അല്ല. സിൻസ് പി ക്യൂ and its partial derivatives are not continuous at the origin, which is a point within the region bounded by C, we cannot apply Green's theorem. അപ്പൊ നമുക്ക് ഇവിടെ ഗ്രീൻസ് തിയറം ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് ആയിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അപ്പോഴാണ് ഞാൻ പറഞ്ഞ സർക്കിള് അടുത്തൊരു കർവ് ആയിട്ട് എടുക്കാം. ഈ 1 റേഡിയസ് ഉള്ള എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ റേഡിയസ് ഉള്ള സർക്കിള് അടുത്തൊരു കർവ് ആയിട്ട് എടുക്കാം. ലെറ്റ് C1 denote the circle x square plus y square equal to 1 in the counter clockwise direction. ഇപ്പൊ എടുത്താൽ മതി, ആദ്യം എഴുതണ്ട. അപ്പൊ ഞാൻ ആദ്യം എടുക്കാൻ പറഞ്ഞത് ഇപ്പൊ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് C1 എന്ന് പറഞ്ഞ സർക്കിൾ. Then C1 is a closed curve that lies entirely within C. അപ്പൊ സിക്കുള്ളിലുള്ള ഒരു കർവ് തന്നെയാണ് നമ്മുടെ C1 എന്ന് പറയുന്നത് അല്ലെ. Also P and Q have continuous partial derivative in the region R അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ റീജിയനിന് എടുക്കുക. ഈ ഭാഗം ഇത്ര ഒഴിവാക്കിയിട്ട് അത് നമ്മുടെ റീജിയൻ ആക്കി. ഇപ്പൊ നമ്മുടെ റീജിയനില് പിയും ക്യൂവും അതിനൊക്കെ കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്. ഈ സി എന്ന് പറഞ്ഞ കർവിനും C1 എന്ന് പറഞ്ഞ കർവിനും ഇടയിലുള്ള റീജിയനിൽ, മൊത്തം റീജിയനിൽ പറയാൻ പറ്റില്ലെങ്കിലും ഇത് സി തന്നെയായിട്ട് ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ C1 എന്ന് പറഞ്ഞ കർവിനിടയിലും C2 എന്ന് പറഞ്ഞ കർവിനിടയിലും ഉള്ള റീജിയനിൽ നമ്മുടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒക്കെ കണ്ടിന്യൂസ് ആണ്. അതുകൂടാതെ ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സും ആണ് അല്ലെ. ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സും ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മുന്നത്തെ റിമാർക്ക് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം അല്ലെ. ഹെൻസ് ഇറ്റ് ഫോളോസ് ദാറ്റ് ഇന്റഗ്രൽ ഓവർ C P dx plus Q dy equal to integral over C1 Q dx plus P dx plus Q dy എന്ന് എഴുതാം.
അല്ലെ. അപ്പൊ ഞാൻ ഇതിന്റെ ഈ സിയിലുള്ള ലൈൻ ഇന്റഗ്രൽ കാണാൻ വേണ്ടിയാണ് ഞാനിപ്പോ എന്ത് ചെയ്ത് സർക്കിള്, അവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് അല്ലാത്തത് കൊണ്ടാണ് അതിനുള്ളിൽ ഒരു സർക്കിള് അതേ ഡയറക്ഷനിൽ ഞാൻ വരച്ചത്. അപ്പൊ നമുക്ക് റിമാർക്ക് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. എന്ത് പറയാനായിട്ട് പറ്റും? ഹെൻസ് ഇന്റഗ്രൽ ഓവർ സി, ഈ സി എന്ന് പറയുന്ന കർവ് റെക്ടാംഗിൾ, മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ C1നും C1ൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഈ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഓവർ C1ൽ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഇനി അത് കണ്ടുപിടിക്കാം നമ്മൾ. അപ്പൊ C1ന്റെ പ്രത്യേകത എന്താ? C1 എന്ന് പറയുന്നത് സർക്കിൾ വിത്ത് C1 എന്ന് പറഞ്ഞാൽ സർക്കിൾ വിത്ത് സെന്റർ ഒറിജിൻ ആൻഡ് റേഡിയസ് 1 ആണ്. അപ്പൊ അതിന്റെ ആദ്യം പാരാമെട്രിക് ഇക്വേഷൻ എഴുതുക, അതിനുശേഷം നമ്മൾ ആ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക. സാധാരണ ഇവാലുവേറ്റ് ചെയ്യുന്ന പോലെ ചെയ്യാം. C1 ഈസ് എ സർക്കിൾ വിത്ത് സെന്റർ ഒറിജിൻ and radius 1 in the counter clockwise direction ആണല്ലോ. അപ്പൊ ഇറ്റ്സ് പാരാമെട്രിക് ഇക്വേഷൻ, സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്താ? എ കോസ് ടി. എ എന്ന് പറഞ്ഞാൽ ഇവിടെ റേഡിയസ് ആണ്, എ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ കോസ് ടി വരും. അതുപോലെ y എന്ന് പറയുന്നത് എ സൈൻ ടി ആണ്. എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ എന്ത് തോന്നുന്നു? സൈൻ ടി വന്നു. പിന്നെ ടി വാരി ചെയ്യുന്നത് 0 to 2π ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി C1ൽ dx കണ്ടുപിടിക്കണം, dy കണ്ടുപിടിക്കണം. അതിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതാ. അപ്പൊ dx എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? മൈനസ് സൈൻ ടി ഡി ടി വരും. അതുപോലെ dy എന്ന് പറയുന്നത് എന്ത് വരും? കോസ് ടി ഡി ടി വരും. അപ്പൊ ഇനി നമുക്ക് ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാലോ. ദാർഫോർ ഇന്റഗ്രൽ ഓവർ സി, ഞാൻ അവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പിയും ക്യൂ എഴുതുന്നുള്ളൂ. നിങ്ങൾ എഴുതുമ്പോൾ മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എഴുതുക. അതുപോലെ ഇവിടെ എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എഴുതാം. അതിനോട് ഈക്വലാണ് ഇന്റഗ്രൽ ഓവർ C1 മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ. അപ്പൊ ഇവിടെ ടി വേരി ചെയ്യുന്ന ലിമിറ്റ് ഇന്റഗ്രൽ 0 to 2π ആണ് ടി വേരി ചെയ്യുന്നത്. ഇനി വൈക്കും എക്സിനും ഒക്കെ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈ എന്ന് പറയുന്നത് എന്താ? സൈൻ ടി ആണ്. അപ്പൊ മൈനസ് സൈൻ ടി ബൈ സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി 1 ആണ്. ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ ടി ഡി ടി പ്ലസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? കോസ് ടി ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ആണ്. പിന്നെ ഡി വൈ ഉണ്ട്. ഡി വൈ എന്ന് പറയുന്നത് എന്താ? കോസ് ടി ഡി ടി. ഇനി ഇതിലങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇവിടെ സൈൻ മൈനസ് സൈൻ ടി ഇൻറ്റു മൈനസ് സൈൻ ടി എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ ടി. ഇന്റഗ്രൽ 0 to 2π സൈൻ സ്ക്വയർ ടി ഡി ടി പ്ലസ് കോസ് സ്ക്വയർ ടി
ഡി ടി എന്ന് എഴുതാം അല്ലെ. അപ്പൊ സൈൻ സ്ക്വയർ ടി നമുക്ക് ഡി ടി കോമൺ ആയിട്ട് എടുത്തിട്ട് സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി ഒരുമിച്ച് എടുക്കാലോ, അത് 1 ആയിരിക്കും. അപ്പൊ ഇന്റഗ്രൽ ഓവർ 0 to 2π 1 ഡി ടി ഉള്ളൂ. അപ്പം 1നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടി കിട്ടും 0 to 2π. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2π ആണ് നമ്മുടെ ലൈൻ ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇങ്ങനെയും കാണാം, അല്ലാതെ എക്സിന് ഡയറക്റ്റ് ആ മെത്തേഡ് വെച്ചിട്ടും കാണാം. അപ്പൊ ഞാനിവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞ സർക്കിളും കൂടെ എഴുതാൻ വിട്ടുപോയതാണ്. ആ സർക്കിൾ എഴുതാൻ വിട്ടുപോയതല്ല, അങ്ങനെ നമുക്ക് ചെയ്യാം. ആ പ്രോബ്ലം എഴുതിയത് കറക്റ്റ് തന്നെയായിരുന്നു. റെക്ടാങ്കിളിന്റെ ലൈൻ ഇന്റഗ്രലാണ് ചോദിച്ചത്. അപ്പൊ അത് കാണാൻ വേണ്ടി നമുക്ക് പിയും ക്യൂവും മുഴുവൻ റീജിയനിൽ കണ്ടിന്യൂസ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആ സർക്കിൾ വരച്ചത്. അതൊന്ന് ശ്രദ്ധിക്കണം. ആദ്യം ഞാൻ പറഞ്ഞത് മാറ്റി പറഞ്ഞത് ഇപ്പൊ ചെയ്ത പോലെ ആക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മള് ഗ്രീൻസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻസ് ഏകദേശം കഴിഞ്ഞു. പുതിയ ടോപ്പിക്കാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് അടുത്ത ക്ലാസ്സിൽ. സർഫേസ് ഇന്റഗ്രൽ